കോൺഗ്രസിൻ്റെ നേതാവ് അതല്ലെങ്കിൽ KPCCയുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിൻ്റെ പൂർവ്വ ശക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KPCC സെക്രട്ടറിയായ CS ശ്രീനിവാസൻ മുഖ്യപ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസായ ഹീവാൻ കമ്പനി തട്ടിപ്പ് കേസിലെ സംഭവവുമായി ബന്ധപ്പെട്ട് KPCC സെക്രട്ടറിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഹീവാൻ കമ്പനിയുടെയും KPCC സെക്രട്ടറിയുടെയും സ്വത്തുക്കളാണ് കണ്ടുകെട്ടാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ പൂങ്കുന്നത്തെ ഹീവാൻ നിധി ലിമിറ്റഡ്, ഹീവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളാണ് ജപ്തി ഇതിനായുള്ള ഉത്തരവ് ജില്ലാ മജിസ്ട്രേറ്റ് നേരത്തെ ഇറക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെയും വാഹനങ്ങളുടെയും കൈമാറ്റം തടയാൻ തഹസിൽദാർമാർക്ക് കത്തും നൽകിയിരുന്നു. ബാങ്കിലെ അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് കത്തും നൽകി. നേരത്തെ CS ശ്രീനിവാസൻ്റെ പേരിലുള്ള 3 കാറുകൾ ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിരുന്നു. കണ്ടുകെട്ടുന്ന സ്വത്തുവിവരം നിർദ്ദിഷ്ട കോടതിക്ക് കൈമാറാനാണ് ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ കമ്പനിയുടെ MD ആയ CS ശ്രീനിവാസൻ, ചെയർമാൻ സുന്ദർ C മേനോൻ, ഡയറക്ടർ ബിജു മണികണ്ഠൻ എന്നിവർ റിമാൻഡിലാണ്. വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തത്. വിവിധങ്ങളായ പല മേഖലകളിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വലിയ ഒരു നീക്കമായിരുന്നു ഇവിടെ നടന്നിരുന്നതെന്ന് വേണം ഉദ്യോഗസ്ഥരുടെ അനുമാനം ഇതുതന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അധികാര സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ അധികാരങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് KPCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം പൂർവ്വശക്തിയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ പല ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുള്ള ശ്രീനിവാസനുമായിട്ടുള്ള ഈ പറയുന്ന നടപടിക്രമങ്ങൾ മറ്റു പലർക്ക് കൂടുതൽ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. KPCCയിലെ ചില ഉന്നത നേതാക്കന്മാർക്ക് ശ്രീനിവാസനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. K സുധാകരനും VD സതീശനും അതുപോലെ തന്നെ മുല്ലപ്പള്ളിയും അതിനോടൊപ്പം തന്നെ കൃത്യമായി പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്കായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ KPCCയിലെ ഏത് ഉന്നതനുമായിട്ടാണ് ശ്രീനിവാസൻ്റെ അടുത്ത ബന്ധം എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം പ്രത്യേക പരിശോധന നടത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.